ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ദ ടെററ്റ് എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള റീഡിങ് ഇത് നിങ്ങൾ ഡെസ്റ്റിൻഡ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണാൻ പറ്റുള്ളൂ. സോ ഈ ഒരു വീഡിയോയിൽ കൗതുകം തോന്നി നിങ്ങളത് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ, ബിക്കോസ് ഇത് ലവ് ലൈഫിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് അല്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഗൗരവമായിട്ട് ഈ ഒരു ടോപ്പിക് തോന്നി, അല്ലെങ്കിൽ ഇത് എന്താണെന്ന് അറിയണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. സോ ഇത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്ന രീതിയിലാണ് ഞാനൊരു റീഡിംഗ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക, കറക്റ്റായിട്ടുള്ള പൈല് തന്നെ സെലക്ട് ചെയ്യുക. ഈ രണ്ട് കാർഡ്സും നിങ്ങളുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ അനുബന്ധിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് ആണ്. സോ വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സിറ്റുവേഷൻസ് മനസ്സിലാക്കി മെഡിറ്റേറ്റ് ചെയ്ത് മാത്രം കാർഡ് സെലക്ട് ചെയ്യുക. ഇത് പാസ്റ്റ് ലൈഫ് എനർജിയാണ്. നിങ്ങൾക്ക് ഒരു കാർഡ് കണ്ടിട്ട് റെസോണേറ്റ് ആയില്ലെന്ന് പറഞ്ഞ് അടുത്ത കാർഡിലേക്ക് ചാടാൻ സാധിക്കില്ല. നിങ്ങൾ ഏത് കാർഡാണോ എടുത്തത് അത് നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇപ്പൊ വേറൊരു വ്യക്തിയുടെ പാസ്റ്റ് ലൈഫ് എനർജി എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ വ്യക്തിയുമായിട്ടനുബന്ധിച്ചിട്ട് ഏതെങ്കിലും കാർഡ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യണം തോന്നുകയാണെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാർഡ്സും കാണാമെന്നതല്ലാതെ നിങ്ങൾക്ക് വേണ്ടി രണ്ട് കാർഡ്സും നിങ്ങൾ ഒരിക്കലും കാണരുത്. ഒരൊറ്റ കാർഡേ എടുക്കാൻ പറ്റുള്ളൂ. ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്യുന്നത് ആ കാർഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത്, ഇതൊരു ലവ് എനർജി എടുക്കുന്നത് പോലെയല്ല. ഇറ്റ്സ് കൈൻഡ് ഓഫ് നമ്മൾ പാസ്റ്റിലേക്ക് പോകുന്നതാണ്. ആൻസെസ്ട്രൽ മെസ്സേജസ് എടുക്കാൻ നോക്കുന്നതാണ്. സോ അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തിൽ കാണുക. ആൻഡ് പകുതി വെച്ച് ഇട്ടേച്ച് പോകാനാണെങ്കിൽ ഈ വീഡിയോ ഇപ്പം തന്നെ എൻഡ് ചെയ്യുക. ബിക്കോസ് ഇത് കൈൻഡ് ഓഫ് എനർജി വൈബ്രേഷൻസ് വരുന്ന റീഡിംഗ് ആണ്. അപ്പം നമ്മൾ അത്രത്തോളം ക്ഷമയോടുകൂടി ക്ലാരിറ്റിയോടുകൂടി ഇത് കേട്ടേ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഡ്രോപ്പ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫർദർ മോർ എന്തെങ്കിലും പേഴ്സണലൈസ്ഡ് റീഡിംഗ് എടുക്കേണ്ടതായിട്ടുള്ള താല്പര്യങ്ങളോ ആവശ്യങ്ങളോ ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ്സ് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫർദർ നമ്മുടെ റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് പൈലാണ് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് പൈലിൽ ഡെവിൾ എനർജി ആണുള്ളത്. ആൻഡ് സെക്കൻഡ് പൈലിൽ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന കൈൻഡ് ഓഫ് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. രണ്ടും മേജർ അർക്കാന കാർഡ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ എനർജി വളരെ പവർഫുൾ ആണ്. അതുകൊണ്ട് മുഴുവനായിട്ട് കാണാം. നിങ്ങൾ പൈൽ സെലക്ട് ചെയ്യുന്ന വിശ്വസിക്കുന്നു. നമുക്ക് റീഡിങ്ങിൽ പോയി നോക്കാം. ഓക്കെ, ഹേ ഗായ്സ്, അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് പൈൽ വൈബ്രേഷൻ അല്ലെങ്കിൽ ഡെവിൾ എനർജി വൈബ്രേഷനോടാണ് താല്പര്യം തോന്നിയതെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ഏത് എനർജിയിലാണ് റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് പാസ്റ്റ് ലൈഫ് എനർജി യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എന്നും നോക്കാം. ഓക്കെ, ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. ഓക്കെ, എംപ്രസ് എനർജി, the world energy, Hierophant energy, okay, strength energy, hermit energy. നിങ്ങൾ വളരെയധികം സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിൽ സ്പിരിച്വാലിറ്റി എന്താണ്, അതിൻ്റെ മധുരം എന്താണ്, അല്ലെങ്കിൽ അതിലേക്ക് പോകേണ്ട ഒരു താല്പര്യം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയമേ അതിലോട് സ്പിരിച്വാലിറ്റിയോട്, മേ ബി അസ്ട്രോളജിയോട്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു പവറുണ്ട്. നിങ്ങൾ തന്നെ ഇറ്റ് സെൽഫ് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തൊരു ഭയങ്കര വൈബ്രേഷൻ ഉള്ളൊരു ഒരു പീസാണ് യൂണിവേഴ്സിൻ്റെ എന്നുള്ള ഫീലിങ്സ് ഒക്കെ സ്വയമേ നിങ്ങൾക്ക് വരാറുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്ലേസിൽ പോകുമ്പോഴത്തേക്ക്
ഇതൊക്കെ ഓരോ ആൾക്കാരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്, തമാശയല്ല. എന്നെയാണ് അവിടെ ആരാധിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഞാനാണ് ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതി, അങ്ങനെയുള്ള ചിന്തകൾ. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് എൻ്റെ എനർജി കണക്ട് ചെയ്യാൻ സാധിക്കുക. അപ്പൊ നമ്മളാണത്, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലാണ് എനർജി ഉള്ളത്, നമ്മളാണ് സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു എനർജി. അങ്ങനെയൊക്കെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി ഗിഫ്റ്റഡ് ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗോസ്റ്റ്, അതായത് പ്രേതം, ഓക്കെ, വാട്ട് എവർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള നെഗറ്റീവ് എനർജി വളരെയധികം സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എനർജീസ് പലപ്പോഴും നിങ്ങളെ ഹോണ്ട് ചെയ്യാറുണ്ട്, നിങ്ങളുടെ പിന്നാലെ വരുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ആ ഒരു എനർജി എന്ന രീതിയിലൊക്കെ എനിക്കതിനകത്ത് മനസ്സിലാവുന്നുണ്ട്. പാസ്റ്റ് ലൈഫിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കാര്യങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി, അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള എനർജിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആൾക്കാരായിരുന്നിരിക്കാം. നല്ല നല്ല വൈബ്രേഷൻസ് മനസ്സിലാകുന്ന ഒരു സ്വന്തം മനസ്സിന്റെ സ്റ്റെബിലിറ്റിയെ നിയന്ത്രിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു ഐ തിങ്ക് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ 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 മച്ച് സ്പിരിച്വൽ ആയിരുന്നു നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ വളരെയധികം ഡ്രോൺ ആണ്. നിങ്ങൾ അതിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളെ വലിച്ചിടുന്ന കൈൻഡ് ഓഫ് എനർജി ഇതിനകത്തുണ്ട്. സംടൈംസ് നിങ്ങൾ നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ സ്പിരിച്വലി അവേക്കൺഡ് ആണ്, പക്ഷെ നിങ്ങൾ ടോട്ടലി ക്ലെൻസ്ഡ് അല്ലാത്ത വ്യക്തിയാണെങ്കിൽ പല ആൾക്കാർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാകും, പക്ഷെ അവർക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പോസിറ്റീവ് എനർജി സ്പേസിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ മേ ബി അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കോട്ടുവ ഇടുന്ന സ്വഭാവം ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും മറ്റാരും കോട്ടുവ ഇടുന്നില്ലല്ലോ, വൈ എനിക്ക് മാത്രം ഇങ്ങനത്തെ ടെൻഡൻസി വരുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും. ചില ആൾക്കാർ പറയുന്നുണ്ട് യോഗ ചെയ്യുമ്പോൾ എല്ലാവർക്കും റിഫ്രഷിങ് അല്ലേ തോന്നുക, എനിക്ക് കോട്ടുവ വരുന്നുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ വരുന്നുണ്ട്, എനിക്ക് ഇങ്ങനെയുള്ള റിച്വൽ ചെയ്യുമ്പം വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഹയർ വൈബ്രേഷനിലും സ്റ്റെബിലിറ്റിയിലും ഇരിക്കണം എന്ന് ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കാനുള്ള പവർ നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ നിങ്ങളത് റെഗുലേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ചെറിയൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ തട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി പുറത്തേക്ക് തള്ളുന്നതാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ പല ആൾക്കാരും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചക്രാസിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഗോഡ് ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പീസ് തന്നെയാണ് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും. കാരണം പാസ്റ്റിലുള്ള ഒത്തിരി കലകൾ, കഴിവുകൾ, സ്പിരിച്വാലിറ്റി ഒക്കെ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ മറ്റുള്ളവര് കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം, ചില കാര്യങ്ങൾ ചിലപ്പോൾ അസ്ട്രോളജി ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം, നിങ്ങൾക്ക് ഒന്നും പഠിക്കാതെ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ വരികയും നിങ്ങൾക്ക് അത് റീഡ് ചെയ്യാൻ, ഇപ്പോൾ ടാരറ്റ് കാർഡ്സ് തന്നെ ചിലപ്പോൾ റീഡ് ചെയ്യാൻ സാധിക്കുകയും അങ്ങനത്തെയൊക്കെ സിദ്ധികൾ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ഡാൻസ് പഠിച്ചിട്ടില്ല, പക്ഷെ ഒരു ഡാൻസ് പഠിക്കുന്ന വ്യക്തിയുടെ അതേ ലെവലിൽ തന്നെ നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ സാധിക്കും, പാട്ട് പാടാൻ സാധിക്കും, ചിലപ്പോൾ അസ്ട്രോളജി നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കും, ടാരറ്റ് ഈസി ആയിട്ട് വായിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളിൽ മേ ബി അതിനുള്ളൊരു കോൺഫിഡൻസ് വരുന്നതായിട്ട് എനിക്കിതിനകത്ത് മനസ്സിലാവുന്നു. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ ശരിയാണ്, നിങ്ങൾ ട്രൂലി നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കാർമിക് ബാഗേജസ് ഒത്തിരി ചുമന്നുകൊണ്ട് വന്നതായിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട്. ആൻഡ് എനിക്കറിയില്ല, എനിക്ക് പുറത്തു നിന്ന് ഈ ഒരു ഫയൽ എടുത്തപ്പോൾ തൊട്ട് തന്നെ കാക്കയുടെ ശബ്ദം വളരെ നന്നായിട്ട് കേൾക്കുന്നുണ്ട്. സോ നിങ്ങളുടെ റീഡിങ്ങുമായിട്ട് മേ ബി ക്രോ അല്ലെങ്കിൽ കാക്ക എന്ന പക്ഷി വളരെയധികം ഇമ്പാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സോ അതിനകത്ത് നിന്ന് എനിക്ക് പറയാനുള്ളത്, പാസ്റ്റ്, അതായത് പിതൃദോഷം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ഈ ഒരു ലൈഫിൽ നിങ്ങൾ ഒത്തിരി സഫർ ചെയ്യും. പിന്നെ 555 നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആൻസിസ്ട്രൽ മെസ്സേജസ് യൂണിവേഴ്സ് നിങ്ങളുമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്പർ 5 നിങ്ങളുടെ ഡെസ്റ്റിനി നമ്പർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസൊണേറ്റ് ആകും.
അല്ലെങ്കിൽ 14 അങ്ങനെ ജനിച്ചതാണ് നിങ്ങൾ, എല്ലാം കൂടി കൂട്ടി 5 വരുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. കാക്ക നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സിഗ്നിഫിക്കൻ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് ഒരു കാക്കയെ സമീപിക്കാൻ സാധിക്കും അല്ലെങ്കിൽ കാണാൻ സാധിക്കും എന്നും കാണുന്നുണ്ട്. നിങ്ങൾ ആ ഒരു പക്ഷിക്ക് ഫുഡ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എവിടെയൊക്കെയോ ആൻസിസ്ട്രൽ മെസ്സേജ് ആ ഒരു ബേർഡ് വഴി നിങ്ങൾക്ക് പലപ്പോഴും കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ജനലിൽ വന്ന് തട്ടുന്നതായിട്ടോ പല പക്ഷികളും വന്ന് നിങ്ങളുടെ ജനലിൽ മുട്ടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അതൊക്കെ ആൻസിസ്ട്രൽ മെസ്സേജസ് ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ കാർമിക് ബാഗേജസ് ഒത്തിരി ചുമക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിതൃദോഷം നിങ്ങൾക്ക് നല്ലതായിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ടൈമിൽ പകുതിയോളം സഫർ ചെയ്യേണ്ടി വരുമെന്ന് തന്നെയാണ് കാണുന്നത്. ആൻഡ് ചില ആൾക്കാർക്ക് നിങ്ങളുടെ ആൻസിസ്റ്ററിന് തന്നെ റീബർത്ത് ആകാനുള്ള സാധ്യതയുണ്ട്. അവർ ചിലപ്പോൾ തൻ്റെതായിട്ടുള്ള കാർമിക് ബാഗേജസുകൾ ചെയ്തു തീർക്കാതെ മരിച്ചു പോയ, അതായത് സുഖ സൗകര്യങ്ങളൊക്കെ പാസ്റ്റ് ലൈഫിൽ അനുഭവിച്ചിട്ട് തൻ്റെ കാർമിക് ബാഗേജസ് ചെയ്തു തീർക്കാൻ പറ്റാത്ത നിങ്ങളുടെ തന്നെ ആൻസിസ്റ്ററിന്റെ റീഇൻകാർണേഷൻ ആയിരിക്കാം നിങ്ങൾ എന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സോ നമ്പർ 5 വൈബ്രേഷൻ ഓർ 555 നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ കൈൻഡ് ഓഫ് അങ്ങനെയുള്ള മെസ്സേജ് ആയിരിക്കാം. എന്താണെങ്കിലും പിതൃദോഷം നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസൊണേറ്റ് ആകും. അതായത് വിത്തൗട്ട് നിങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുടുംബപരമായിട്ടുള്ള സ്വത്തിന്റെ പേരിൽ അങ്ങനെയൊക്കെ നമ്മൾ സഫർ ചെയ്യില്ല. അതായത് അല്ലെങ്കിൽ അച്ഛൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് മക്കളുടെ തലയിൽ വന്നു ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെയൊക്കെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി വന്ന് ഈ കാർമിക് ബാഗേജസ് അമിതമായിട്ട് കുന്നുകൂടി കിടക്കുകയാണ്. അതായത് ഓരോ ഇത് കഴിയുമ്പോഴും ചെയ്യാതെ ആകുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടി എനർജി ആവും, കുറച്ചും കൂടി ട്രാൻസ്ഫോം. അതായത് നമ്മളിപ്പോൾ ഓരോ തലമുറകൾ കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ സ്ട്രോങ് ആവുന്നത് പോലെയും എക്സ്പാൻഡ് ആകുന്നത് പോലെയും തന്നെ ഈ ചെയ്തു തീർക്കാത്ത കർമ്മകൾ വീണ്ടും വീണ്ടും ട്രാൻസ്ഫോം ആയ അതീവ ശക്തികളായി നമ്മളെ തിരിച്ചടിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ഒത്തിരി കൈൻഡ് ഓഫ് ദുഃഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കും. ലോൺലിനെസ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കും. കാരണം നിങ്ങൾ ഈ ഒരു ലോകത്ത് ഇത്രയും മനുഷ്യരുണ്ടായിട്ട് പോലും ഒരു ട്രസ്റ്റ് വർത്ത് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥമായ ഒരു ഫ്രണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ ഒരിക്കലും ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയല്ല. അല്ലെങ്കിൽ നിങ്ങൾ അതിന് അതിയായി ആഗ്രഹിക്കും, പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്കത് സാധ്യമാവില്ല. ഇതെല്ലാം നിങ്ങളുടെ കാർമിക് ബോണ്ട് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫുമായി കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യമാണ് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും നിങ്ങൾ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആയി പോവും. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വരും. അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ നോക്കുമ്പോൾ പോലും അവിടെയും ഇവിടെ നിന്നും കുറേ തടസ്സങ്ങളും എക്സ്ക്യൂസസും അല്ലെങ്കിൽ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന രീതിയിൽ നിങ്ങളെ അലട്ടുന്ന രീതിയിലുള്ള പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആൻസിസ്റ്റേഴ്സിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അതുപോലെ തന്നെ ക്രോസിന് ഭക്ഷണം കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സണ്ണിനെ ആരാധിക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾ ഈ ആൻസിസ്ട്രൽ പരമായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് സൺ സല്യൂട്ടേഷൻ ചെയ്യാം, അതായത് സൂര്യ നമസ്കാരം ചെയ്യാം. അത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ കാർമിക് ആയിട്ടുള്ള ആ ഒരു ബോണ്ടുകള് ബാഗേജസുകളെ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഗായത്രി മന്ത്രം പറയാം. ബിക്കോസ് ഗായത്രി മന്ത്രത്തിന് അത്രത്തോളം കൈൻഡ് ഓഫ് റെസൊണേറ്റിംഗ് വൈബ്രേഷൻ ഉണ്ട്. നമ്മൾ ചെയ്ത കാർമിക് ബാഗേജസ് ഓരോന്നായിട്ട് മെല്ലെ മെല്ലെ അഴിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ളത്. ഒരു ദിവസം 108 തവണ നമുക്ക് ഗായത്രി മന്ത്രം പറയുകയാണെങ്കിൽ നമ്മൾ അന്ന് ചെയ്ത ഒരു കാർമിക് ബാഗേജ്, അന്നന്ന് ചെയ്ത കാർമിക് ബാഗേജുകൾക്ക് നമുക്ക് ക്ഷമയാചിക്കാൻ സാധിക്കും എന്നാണ്. മനഃപൂർവ്വം പോയി മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ്, മനഃപൂർവ്വം പോയി കാർമിക് ബാഗേജ് വരുത്തി വെച്ചിട്ട് ഗായത്രി മന്ത്രം പറയാനല്ല. നമ്മൾ അറിയാതെ എങ്കിൽ പോലും ഈ ഒരു ഭൂമിയെ അല്ലെങ്കിൽ ഇതിലെ ജീവജാലത്തിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ട്രാൻസ്ഫോം ചെയ്ത് ഒരു വലിയ കാർമിക് ബാഗേജായി മാറാതിരിക്കാൻ വേണ്ടി നമുക്ക് ദിവസവും 108 ടൈംസ് എങ്കിലും ഗായത്രി മന്ത്രം പറയുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ സൺ സല്യൂട്ടേഷൻ ചെയ്യുക. അത് നിങ്ങളുടെ മൈൻഡിന് നല്ലതാണ്, നിങ്ങളുടെ ബോഡിക്ക് നല്ലതാണ്, നിങ്ങളുടെ കാർമിക് പാക്കേജസിന് നല്ലതാണ്, നിങ്ങളുടെ നെഗറ്റീവ് തിങ്കിങ്ങിനൊക്കെ നല്ലതാണ്.
അതുകൊണ്ട് തന്നെ ഇതൊക്കെ പറയാനുള്ള റീസൺ നിങ്ങളെന്ന് പറയുന്നത് ഭയങ്കര ഹെർമിറ്റ് എനർജിയിൽ നിൽക്കുന്നുണ്ട്. നിങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഓൾഡ് ആയിട്ടുള്ള കുറേ വർഷങ്ങളല്ല, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ കുറേ ജന്മങ്ങൾ എടുത്തിട്ടുള്ള കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൻസെസ്ട്രൽ ആയിട്ട് നമ്മൾ തന്നെ നമ്മുടേതാണെന്ന് വിചാരിച്ച് ആരാധിക്കുന്ന സോൾ എനർജി നിങ്ങൾക്കുള്ളതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയും കൂടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷണൽ വൈബ്രേഷൻ നല്ലതാക്കണമെങ്കിൽ മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് നല്ല നല്ല ഇൻറ്റ്യൂഷൻസ് ലഭിക്കും. നിങ്ങളൊരു പുതിയ സോളല്ല, നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അറിയാമെന്നുള്ള, ഒത്തിരി കടമ്പകൾ കടന്നിട്ടുള്ള ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരു സോൾ, പല ജന്മങ്ങൾ കടന്നു വന്നിട്ടുള്ള ഒരു സോളാണ് എന്നതാണ് കാണുന്നത്. സോ ഈ ഒരു ലൈഫ് ടൈമിലെങ്കിലും നിങ്ങളുടെ കാർമിക് ബ്ലോക്കേജസിനെ റിലീസ് ചെയ്തിട്ട്, അതായത് നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് ഈ ഒരു കാർമിക് ബ്ലോക്കേജ് കൊടുക്കാതിരിക്കുക. ഓക്കെ, എനിക്ക് തോന്നുന്നു യൂണിവേഴ്സ് നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരം തന്നതായിരിക്കും. നിങ്ങളുടെ സമയത്ത് നിങ്ങൾ കാർമിക് ബാഗേജസ് ഉണ്ടാക്കി വെച്ചിട്ട് അത് തീർക്കാൻ പറ്റിയില്ല. സോ ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾ ഈ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കി കുറച്ചും കൂടി ഇവോൾവ് ആയിട്ട് നിങ്ങളുടെ കാർമിക് ബ്ലോക്കേജസിനെ അഴിച്ചു വിടാനുള്ള മെസ്സേജാണ് യൂണിവേഴ്സ് തരുന്നത്. കാരണം ഇത് നിങ്ങളിൽ തന്നെ തീർത്ത് ഈ ഒരു ബ്ലോക്കേജസ് നിങ്ങൾ തന്നെ അഴിച്ചില്ല എങ്കിൽ ഇത് നിങ്ങളുടെ കുട്ടികളിൽ ചെന്ന് വീഴും. നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് തന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ഒരു ബ്ലോക്കേജ് കൊടുത്തോണ്ടിരിക്കും. ഇങ്ങനെ പരമ്പരയായിട്ട് നമ്മുടെ പാരമ്പര്യത്തിലൂടെ കുട്ടികൾ വളരുന്ന പോലെ നമ്മുടെ കർമ്മയും ഇങ്ങനെ ശക്തി ആർജിച്ച് പിന്നെയും നമ്മുടെ തലമുറകളുടെ തലയിലേക്ക് വീണുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എടുത്തിട്ടുള്ള ഡെക്ക് അനുസരിച്ചിട്ട് എനർജി വൈബ്രേഷൻ അനുസരിച്ച് ഡെവിൾ എനർജിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള കണ്ണുദോഷങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും നിങ്ങൾക്ക് വിപരീതമായിട്ട് വരികയോ അല്ലെങ്കിൽ നിങ്ങൾ മോഷ്ടിച്ചതാണ്, കട്ടതാണ് എന്ന രീതിയിലുള്ള സംസാരങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ എന്ന് പറയുന്നത് സ്വിച്ച് ഇടുന്ന പോലെയാണ്. നിങ്ങളിപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ലൈഫിലെ സ്വിച്ചാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആൻസൈറ്റി ഉണ്ടാകും, ഡിപ്രഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതേസമയം നിങ്ങൾ ആ ഒരു സ്വിച്ച് തിരിച്ചിടുകയാണെങ്കിൽ, നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ, നിങ്ങൾക്ക് ഒത്തിരി ആൾക്കാർക്ക് അവരുടെ മുഖം നോക്കി തന്നെ അവരുടെ അവസ്ഥ പറഞ്ഞു കൊടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് സാധിക്കും. മെറ്റീരിയലിസ്റ്റിക് ലൈഫിലും നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ അടുത്ത് മണി പവർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസിഷൻ മേക്കിംഗ് സാധ്യമാണ്, ഒക്കെയാണ്. പക്ഷെ അത് നിങ്ങൾക്ക് ആൻസൈറ്റി ആയിരിക്കും തരുന്നത്, ഉറക്കമില്ലാത്ത രാത്രി ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ കൊണ്ട് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ പാത്തിലേക്ക് പോവുക. ഒരാളുടെ മുഖം നോക്കി തന്നെ ആ വ്യക്തിയുടെ ഫ്യൂച്ചർ പറയാനുള്ള അത്ര ശേഷി, അത്ര ഇൻറ്റ്യൂഷൻ വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു കഴിവുള്ള വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് ഇതിനകത്ത് കാണുന്നത്. സോ സ്പിരിച്വാലിറ്റിയിലേക്ക് നടന്ന് നീങ്ങാതെ നിങ്ങൾക്കും ബെനിഫിറ്റ് ഉണ്ടാക്കും, നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും ബെനിഫിറ്റ് ഉണ്ടാക്കും എന്ന് യൂണിവേഴ്സ് പറയുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നിങ്ങളുടെ തലയിട്ട് ഇങ്ങനെ പ്രവർത്തിപ്പിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ അതിനെ അങ്ങ് നിർത്തിയിട്ട് സ്പിരിച്വൽ ലൈഫ്, നിങ്ങളുടെ സബ് കോൺഷ്യസ് ലൈഫിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുക. മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ തല പ്രവർത്തിപ്പിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ കാര്യങ്ങൾ വർക്ക്ഔട്ട് ആവണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. മെറ്റീരിയലിസ്റ്റിക് മൈൻഡ് ആയിട്ടുള്ള തലയല്ല, അല്ലെങ്കിൽ ലോജിക് ബുദ്ധിയെ അല്ല. ബിക്കോസ് ഇതിന് മുമ്പുള്ള ജീവിതത്തിലൊക്കെ നിങ്ങളുടെ പേർപ്പസ് എന്ന് പറയുന്നതും സ്പിരിച്വലി കണക്ട് ആവുക എന്നത് തന്നെയായിരുന്നു. ആൻഡ് ഈ ഒരു ജന്മത്തിലും നിങ്ങളുടെ പേർപ്പസ് എന്ന് പറയുന്നത് ഗോ ടു സ്പിരിച്വാലിറ്റി എന്നത് തന്നെയാണ്. സോ നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ലൈഫിലാണ് ജീവിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ടിൽ തന്നെ നിലകൊള്ളുകയുള്ളൂ. പക്ഷെ അല്ല, നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വരികയാണെങ്കിലാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം മാറുന്നത്. ബിക്കോസ് സ്പിരിച്വാലിറ്റിയിൽ കൂടെ സഞ്ചരിക്കാൻ ആണ് നിങ്ങളുടെ സോൾ പർപ്പസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ റിലീസ് ആകണമെങ്കിൽ മേ ബി നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലൂടെ സഞ്ചരിച്ച് നിങ്ങളെ ഓപ്പൺ അപ്പ് ആക്കി നിങ്ങളുടെ ഉള്ളിലുള്ള കാർമിക് ബാഗേജസിനെ പൊട്ടിച്ചു കളഞ്ഞേ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് അനുഭവിച്ച് തീർക്കുകയുമില്ല, കർമ്മയൊട്ട് തീരുകയുമില്ല. നിങ്ങളുടെ മക്കളിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോവുകയും ചെയ്യും. ആൻഡ് സോ ഓൺ. ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ്, എനിക്ക് തലമുറകൾ ഇല്ലെങ്കിൽ ആർക്കും പാസ് ചെയ്യണ്ടല്ലോ, എന്നിൽ തന്നെ അവസാനിക്കുമല്ലോ എന്നൊരു ചോദ്യം ഒരു വ്യക്തി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാസ്റ്റ് ലൈഫ് റീഡിംഗ് സെഷൻ്റെ ഇടയിൽ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അതിനുള്ള ഉത്തരം ഇതാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ന്യൂ ജനറേഷൻ ഇല്ല അത് ട്രാൻസ്ഫർ ചെയ്യാനെങ്കിൽ, നിങ്ങളുടെ ലൈഫ് തീർന്നിട്ടില്ല എഗെയിൻ നിങ്ങൾ തന്നെ വീണ്ടും ഒരു സ്ഥലത്ത് രൂപ കൊണ്ട് നിങ്ങൾ ഈ ഒരു കാർമിക് പാക്കേജ് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു ലൈഫ് ടൈമിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി ബ്ലോക്കേജസിനെ തുറന്നു വിടുന്നതാണ് നല്ലത്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഗൗരവമാണ് ഇത്. ഡെസ്റ്റിൻഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണാൻ സാധിക്കുള്ളൂ. ഇവൻ നിങ്ങളിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ഫാക്ട് നിങ്ങൾ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി ഒത്തിരി സഫർ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാക്കി വെച്ച് പിന്നെയും പിന്നെയും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടിയല്ല യൂണിവേഴ്സ് നിങ്ങൾ ഇങ്ങനെ വിട്ടേക്കുന്നത്. നിങ്ങളുടെ കാർമിക് ബാഗേജസിനെ നിങ്ങൾ റിലീസ് ചെയ്തതിന് ശേഷം മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ, നിങ്ങളുള്ള സ്പിരിച്വൽ എനർജി മറ്റുള്ളവർക്ക് ഗുണമായിട്ട് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് പിടിച്ചു കയറ്റാനാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതായത് നിങ്ങളുടേതായിട്ടുള്ള സഫറിങ്സ് കഴിഞ്ഞ് നിങ്ങൾ ഓപ്പൺ അപ്പ് ആയിട്ട് നിങ്ങൾ മറ്റ് വ്യക്തികളെയും കൂടി ഓപ്പൺ അപ്പ് ആക്കാൻ ആണ് അതാണ് നിങ്ങളുടെ സോൾ പർപ്പസ്, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ദൗത്യം എന്ന് പറയുന്നത്. അല്ലാതെ കണ്ണുകെട്ടി സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെയും ചാടി ഇവിടെയും ചാടി നിൽക്കാതെ ട്രാൻസ്ഫോം ആകൂ, അവേക്കൻഡ് ആകൂ, നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണോ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വഴി കാട്ടി കൊടുക്കുന്നൊരു ഗൂഗിൾ മാപ്പ് എന്ന് പറയില്ലേ ഇന്നത്തെ കാലത്ത്, അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൻ്റെ വഴി കാട്ടി കൊടുക്കുന്ന ഒരാളാണ് നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങളുടെ അകത്ത് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. കഴിഞ്ഞ ജന്മത്തിലും നിങ്ങൾ പല അവസ്ഥയിലും ഗുരു ആയിരുന്നു, അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ ഒരു പൊസിഷനിൽ നിങ്ങളെയും കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ജന്മത്തിലും ഒത്തിരി ആൾക്കാർക്ക് വഴി കാട്ടി കൊടുക്കുകയാണ് നിങ്ങളുടെ ദൗത്യം, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ പർപ്പസ്. അതുപോലെ തന്നെ കുഞ്ഞിലെ തന്നെ നിങ്ങൾ മറ്റു വ്യക്തികളിൽ നിന്ന് വേറിട്ടതാണെന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ മാജിക്കൽ പവർ ഉണ്ടെന്നും ഒന്നുകിൽ നിങ്ങൾ ഇറ്റ്സെൽഫ് മനസ്സിലാക്കിയിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം, അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ മറ്റാൾക്കാരെ പോലെയല്ല, സംതിങ് ഡിഫറെൻറ്റ്, നിങ്ങളുടെ ഓറ സംതിങ് ഡിഫറെൻറ്റ്, നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് വ്യത്യാസമാണ് എന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടാവും. ബിക്കോസ് നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ സഫർ ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങളൊരു മിറാക്കിൾ ചൈൽഡാണ്, നിങ്ങളുടെ അടുത്ത് എനർജി ഉണ്ട്. അതുപോലെ ഈ ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് കാർഡിൽ നിന്ന് പിന്നെയും പിന്നെയും എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്, നിങ്ങളൊരു ഓൾഡ് സോളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ജന്മങ്ങളിൽ നിങ്ങൾ പോയിട്ടുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാർ, ഇവരെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ തിരിച്ചറിയും, ഈ ഒരു വ്യക്തിയുമായിട്ട് എനിക്ക് എന്തൊക്കെയോ കണക്ഷൻ ഉണ്ടല്ലോ എന്നൊരു രീതിയിൽ നിങ്ങൾക്ക് തോന്നുകയോ, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ടല്ലോ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങളൊരു ഓൾഡ് സോളാണ്. നിങ്ങൾ ഒത്തിരി ജന്മങ്ങളിൽ ഒത്തിരി സ്ഥലങ്ങളിൽ പോവുകയും ഒത്തിരി വ്യക്തികളുമായിട്ട് ഇടപഴകുകയും ചെയ്തിട്ടുണ്ട്. സോ ആ ഒത്തിരി വർഷത്തെ പഴക്കത്തിനിടയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള കുറച്ച് വ്യക്തികളെ ആയിരിക്കും ചിലപ്പോൾ നമ്മളൊരു ജന്മത്തിൽ കാണുക. അപ്പോൾ ആ വ്യക്തികളുടെ വൈബ്രേഷൻ നിങ്ങൾക്ക് വളരെയധികം ക്യാച്ച് ചെയ്യാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പെറ്റുമായിട്ട്, അല്ലെങ്കിൽ മനുഷ്യരുമായിട്ട്, അല്ലെങ്കിൽ ഈവൻ പ്ലാന്റ്സുമായിട്ട്, അല്ലെങ്കിൽ പ്രത്യേക തരം ഒരു മണ്ണുമായിട്ട്, സോയിലുമായിട്ട്, അല്ലെങ്കിൽ പ്രത്യേക സ്ഥലം, പ്രത്യേക അമ്പലങ്ങൾ നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ സംതിങ് ഇസ് ദെയർ. നിങ്ങളുടെ എന്തോ കർമ്മ അവിടെ കിടപ്പുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ എന്തോ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ആ ഇൻകംപ്ലീറ്റ്നെസ്സിനെ നിങ്ങൾ പോയി ചെയ്ത് കംപ്ലീറ്റ് ആക്കൂ എന്ന് പലപ്പോഴും നിങ്ങളുടെ സ്വപ്നത്തിലൂടെ പറയുന്നുണ്ട്. അതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ആൻസിസ്റ്ററിന്റെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതേ ആൻസിസ്റ്ററിന്റെ പുനർജനനമായിരിക്കാം നിങ്ങളെന്ന് പറയുന്നത്. അപ്പൊ അവർ പല കാര്യങ്ങളും നിങ്ങളടുത്ത് പറയുന്നത്, അതായത് എൻ്റെ കർമ്മം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല, നിന്നിലൂടെ എനിക്കത് ക്ലിയർ ചെയ്യണം, ഞാനാണ് നീ, അതുകൊണ്ട് നീ ഇന്ന കാര്യങ്ങൾ ചെയ്യൂ എന്ന കൈൻഡ് ഓഫ് രീതിയിൽ ഒരു വോയിസ്, അല്ലെങ്കിൽ ഒരു വിഷ്വൽ ഇമേജ് നിങ്ങൾ ഡ്രീമിൽ കാണാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ആര് തന്നെ ആയാലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കയറുമ്പോൾ ക്ഷമ എന്ന് പറയുന്ന എനർജി വരും. അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് ടോട്ടലി എംപ്രസ് എനർജിയിൽ, അല്ലെങ്കിൽ ഫെമിനിൻ എനർജിയിൽ നിൽക്കേണ്ട ആളാണ്. നിങ്ങൾ മറ്റൊരാളെ ഹീൽ ചെയ്യാൻ വന്ന ആളാണ്. സോ നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നിന്നാൽ നിങ്ങൾക്ക് പുരുഷ എനർജി, അല്ലെങ്കിൽ മസ്കുലിൻ എനർജി ആയിരിക്കും നിങ്ങളിൽ ഉണ്ടായിരിക്കുക. മസ്കുലിൻ എനർജി കൊണ്ട് നിങ്ങൾക്ക് ഒരു നേട്ടവും ഉണ്ടാവാൻ പോകുന്നില്ല ഈ ഒരു ലൈഫ് ടൈമിൽ. ഈവൻ നിങ്ങളുടെ കർമ്മ പോലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. സോ നിങ്ങൾ എന്ന് പറയുന്നത് ഫെമിനിൻ എനർജി, എംപ്രസ് എനർജിയിൽ നിൽക്കേണ്ട ആൾക്കാരാണ് എന്ന് കാണുന്നുണ്ട്. സോ പതിയെ പതിയെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ അറിയാം, യു ആർ ഗോയിങ് ബാക്ക് ടു യുവർ മദേഴ്സ് എനർജി, അല്ലെങ്കിൽ എംപ്രസ് എനർജി. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ഹീൽ ചെയ്യാൻ വന്ന ആൾക്കാരാണ്. നിങ്ങൾ ഷൗട്ട് ചെയ്യേണ്ട ആൾക്കാരല്ല, നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കേണ്ട ആൾക്കാരാണ്. നിങ്ങളുടെ ഉള്ളിലെ സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് നിങ്ങൾ പ്രതിധ്വനിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ അതാണ് നിങ്ങൾ പുറത്തേക്ക് വിടേണ്ടത്. അല്ലാതെ നിങ്ങൾ
രോഷവും അമർഷവും സങ്കടവും ഈഗോയും അല്ല പുറത്ത് കാണിക്കേണ്ടത്. ബിക്കോസ് നിങ്ങൾ ഡിഫറെൻ്റ് ആണ്, നിങ്ങളുടെ സോൾ പർപ്പസ് ഡിഫറെൻ്റ് ആണ്. നിങ്ങളുടേതായിട്ടുള്ള ട്രാൻസ്ഫോർമേഷനെയും യൂണിവേഴ്സിനെയും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ലൈഫ് കോംപ്രമൈസ് ചെയ്തേ പറ്റുകയുള്ളൂ. നിങ്ങൾ എത്രത്തോളം ഇൻറ്റൻസ് ആയിട്ട് കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തിലെടുക്കുക, അത്രത്തോളം നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ നിങ്ങൾ ഫ്ലവർ എനർജിയിലാണ്, എംപ്രസ് എനർജിയാണ്. ട്രൈ ടു ഫൊർഗീവ് എവറിത്തിങ്. ഒന്നും മനസ്സിൽ പിടിച്ചു വെച്ച് വാശി കാണിക്കരുത്. നിങ്ങൾ ഒരാളുടെ അടുത്ത് വാശി കാണിക്കുമ്പോൾ അതിൻ്റെ 100 ഇരട്ടി അടി തിരിച്ച് നിങ്ങൾക്ക് കിട്ടും. ബിക്കോസ് നിങ്ങൾ ഹീൽ ചെയ്യാൻ വന്ന ആൾക്കാരാണ്. സോ നിങ്ങൾ അതിൻ്റെ അഗെൻസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും റിലേഷൻഷിപ്പ് എന്ന വൈസും ഒക്കെ അടികൾ തിരിച്ചു മേടിക്കേണ്ടി വരും. നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം എനർജിയിലാണ് നിങ്ങൾ ഫ്ലോ ചെയ്യുന്നത്, അല്ലാതെ മറ്റൊരാളുടെ എനർജിയിലോ മറ്റൊരാൾ തരുന്ന കാര്യത്തിലോ അല്ല. നിങ്ങളെന്ന് പറയുന്നത് ക്രിയേറ്ററാണ്. ഈ ഒരു ലോകത്ത് ക്രിയേറ്റ് ചെയ്യാൻ വന്ന ആൾക്കാരാണ്. കൈൻഡ് ഓഫ് ഇമോഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് വേണം എന്നുള്ള പല കാര്യങ്ങളെയും ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളാണ്. ഓൾറെഡി നിങ്ങളൊരു ക്രിയേറ്റീവ് ഫീൽഡിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആൻഡ് എനിക്ക് മനസ്സിലാവുന്നത് ബിക്കോസ് നിങ്ങൾ ഫെമിനിൻ എനർജി ആണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ലുക്സിനെ കുറിച്ച് നിങ്ങൾ വളരെയധികം ബോധേഡ് ആയിരിക്കും. നിങ്ങൾ സ്ലിം ആൻഡ് ഫിറ്റ് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കും, അല്ലെങ്കിൽ യോഗ എന്ന രീതിയിലുള്ള താല്പര്യങ്ങൾ നിങ്ങൾക്ക് വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് നല്ലതായിരിക്കണം, നിങ്ങൾ ഗുഡ് ലുക്കിംഗ് ആയിരിക്കണം എന്നൊരു തോട്ട് നിങ്ങൾക്ക് വരും. ആൻഡ് ഓൾറെഡി നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ പോകുമ്പോൾ നിങ്ങളുടെ ഫേസ് ഗ്ലോ ചെയ്യാൻ തുടങ്ങും. നിങ്ങളൊരു ഇന്നർ ബ്യൂട്ടി പുറത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്പിരിച്വാലിറ്റിയിൽ പോയി നോക്കും, നിങ്ങളുടെ ചുറ്റുമുള്ളവർ പറയും സംതിങ് ഇസ് ഡിഫറെന്റ്, എന്തോ നിന്നിൽ മാറ്റം വന്നിട്ടുണ്ട്, ആൻഡ് യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ യു ലുക്ക് സോ ഹാൻസം എന്ന് ചുറ്റുമുള്ളവർ പറഞ്ഞു തുടങ്ങും. അതുപോലെ തന്നെ എത്ര ബോറായിട്ടുള്ള, എത്ര ഓഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എത്ര മരുഭൂമിയിൽ നിങ്ങളെ കൊണ്ടിട്ടാലും നിങ്ങളുടെ എനർജി കൊണ്ട് നിങ്ങൾക്ക് അതിനൊരു ഗാർഡൻ ആക്കി മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ അതിനൊരു പോസിറ്റീവ് പ്ലേസ് ആക്കി മാറ്റാൻ പറ്റും. അത്രത്തോളം ട്രെമൻഡസ് എനർജി നിങ്ങളുടെ കയ്യിലുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി എടുത്ത് നോക്കാം. യെസ്, വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളെ പതിയെ പതിയെ ഈ ഒരു ട്രാക്കിലേക്ക് തന്നെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണെന്നതാണ്. നിങ്ങളെന്ന് പറയുന്നത് ഹീലറാണ്, നിങ്ങളെന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ടറാണ്, നിങ്ങളെന്ന് പറയുന്നത് ഒരു പ്രൊവൈഡറാണ്. അപ്പോൾ നിങ്ങളുടെ ദൗത്യം എന്താണോ അത് നിങ്ങൾ ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് മുകളിൽ നിന്ന് നിങ്ങളെ പണിഷ് ചെയ്യും, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും. നിങ്ങൾ ശിക്ഷിക്കപ്പെടുമെന്നാണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ തന്നെ ടു ബി ഫ്രാങ്ക് പറയാൻ, നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയുടെ തന്നെ പ്രൊവൈഡറാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെയും പ്രൊവൈഡറാണ്. നിങ്ങൾ ഒത്തിരി ആൾക്കാരുടെ മെന്ററാണ്, നിങ്ങൾ ഒത്തിരി ആൾക്കാരുടെ ഗുരുവാണ്. സോ അതുകൊണ്ട് തന്നെ ഒത്തിരി നെഗറ്റീവ് എനർജീസ് നിങ്ങളെ കാരണതിനും നിങ്ങളുടെ അതായത് എനർജി സെൻസിറ്റിവിറ്റി, നിങ്ങൾ വളരെയധികം പോസിറ്റീവ് ആണെങ്കിൽ, അതായത് ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു കാർഡ്, ഇപ്പൊ വേണ്ട ഈ ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു കാർഡ് ഞാൻ എടുക്കുകയാണ് അല്ലെ. ഈ ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു കാർഡില് ഇത് നിങ്ങൾ ഇത്രത്തോളം പോസിറ്റീവ് എനർജി ആയിട്ട്, ഓക്കെ, അതിനകത്ത് ഇതേണ്ട ഒരു ഒറ്റ ബ്ലാക്ക് മാർക്ക്, ഒരു ചെറിയ ബ്ലാക്ക് മാർക്ക് വീണാൽ പോലും ഈ ഒരു വൈറ്റ് കാർഡിൽ നന്നായിട്ട് മനസ്സിലാവുമല്ലോ. അതുപോലെയാണ് നിങ്ങളുടെ കാര്യം. നിങ്ങൾ എനർജിയിൽ വളരെയധികം പോസിറ്റീവ് ആയതുകൊണ്ട് ചെറിയ ഒരു നെഗറ്റിവിറ്റി പോലും നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ചെറിയൊരു നെഗറ്റിവിറ്റി പോലും നിങ്ങൾക്ക് ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. അതുപോലെ ഈ ഒരു കണക്ഷനിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് നിങ്ങൾ എത്തുമ്പോഴത്തേക്ക് എനർജി വൈബ്രേഷൻ ഇത്രത്തോളം സെൻസിറ്റീവ് ആവുകയും അതിൽ നിങ്ങൾക്ക് ഭയങ്കര പേടിയായി തുടങ്ങും. ഓക്കെ, അത് എന്നെ എന്ത് ചെയ്യും, ഇത് എന്നെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്ന്. എനർജി വൈബ്രേഷൻസ് കൂടുമ്പോഴും നമ്മൾ പോസിറ്റീവ് ആകുമ്പോഴും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ പേടിക്കും, ഫ്രൈറ്റൻഡ് ആകും. ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയാത്തവർക്കാണ്, ഈ ഒരു എനർജി വൈബ്രേഷനെ കുറിച്ച് അറിയാത്തവരാണ് ഇതൊക്കെ എന്ത് എന്ന രീതിയിൽ സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒറിജിനൽ ആക്ച്വൽ എനർജി ഇറങ്ങിയിട്ടുണ്ട്, അത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ സംസാരിക്കുന്നതിനകത്ത് നിന്ന് നെഗറ്റിവിറ്റി പോലും പോസിറ്റീവായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് തന്നെ അബ്സോർവ് ചെയ്യും. അപ്പം നമ്മളെ പോലുള്ളവരെ നമ്മൾ പെട്ടെന്ന് ക്ലെൻസ് ചെയ്യണം, നമ്മൾ വൃത്തിയാക്കണം, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെ ഗായത്രി മന്ത്രം അങ്ങനെയുള്ള കൈൻഡ് ഓഫ് രീതി പറഞ്ഞ് പ്രൊട്ടക്ട് ചെയ്യിക്കണം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ പോലത്തെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളും എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എനർജി വൈബ്രേഷൻസ് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം. നിങ്ങളിപ്പോൾ ആരെ ഹെൽപ്പ് ചെയ്താലും ശരി, പെട്ടെന്ന് തന്നെ ക്ലെൻസ് ചെയ്യുക. ഇല്ലെങ്കിൽ
അത് നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ട് ഭാവിക്കും. ഓക്കെ, അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് എന്താ ഒരു പാസ്റ്റ് ലൈഫ് എനർജി ആയിട്ടും ആൻസെസ്ട്രൽ മെസ്സേജ് ആയിട്ടും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോസിന്. ഇതൊരു ഹൈ വൈബ്രേഷൻ വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യുക. ഇറ്റ്സ് ഫോർ യു. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാകും. കാരണം നമ്മളെ സോൾ പർപ്പസിലേക്ക് തള്ളിവിടുക എന്നതാണ് യൂണിവേഴ്സിന്റെ മോട്ടീവ് എന്ന് പറയുന്നത്. നമ്മൾ യൂണിവേഴ്സ് ഒരു പോയിന്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ പോയിന്റിൽ നമ്മൾ എത്തുന്നത് വരെ നമ്മളെ കഷ്ടപ്പെടുത്തും. അതിനേക്കാളും നമ്മുടെ സോൾ പർപ്പസ് എന്താണെന്ന് അറിഞ്ഞ് അതിലേക്ക് പോവുകയാണെങ്കിൽ ഒത്തിരി കഷ്ടപ്പാടുകളില്ലാതെ അവിടെ സേഫ് സോണിൽ എത്താൻ പറ്റും. നമ്മുടെ കർമ്മ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ ഈ ഒരു ലൈഫ് ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ്. ഹോപ്പ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റും. ബൈ. ഹേ ഗായ്സ്, നിങ്ങൾ സെക്കൻഡ് ബൈലാട്ടിൽ നമ്മുടെ ഹൈ പ്രീസ്റ്റസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ഫാസ്റ്റ് എനർജി എന്താണ്? നിങ്ങൾ എന്തെങ്കിലും കാർമിക് ബാഗേജസ് ചുമക്കുന്നുണ്ടോ? ആൻസിസ്റ്റേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ടവർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്. അല്ലെങ്കിൽ എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആണ്. അതുപോലെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് നമ്മൾ തികച്ചും ഒന്നിനും പ്രിപ്പയർഡ് അല്ല, അല്ലെങ്കിൽ നമുക്കൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ജന്മത്തിലും അങ്ങനെയായിരിക്കാം, കഴിഞ്ഞ ജന്മത്തിലും അങ്ങനെയായിരിക്കാം. എല്ലാം നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആണ്. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഒന്നും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല. എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആണ്. ആൻഡ് നല്ലത് കിട്ടുമ്പോൾ ഏറ്റവും ഹൈ വൈബ്രേഷൻ കിട്ടും. പക്ഷെ മോശമായിട്ടുള്ള കാര്യം കിട്ടുമ്പോൾ നമ്മളെ അടിച്ച് തളർന്ന കൈൻഡ് ഓഫ് ഒരു ടവർ മൊമെന്റിലാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും കിട്ടാറ്. അതായത് ഒരു പരിപാടിക്ക് പോകുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ കയ്യിലെടുക്കാൻ പോലും പറ്റാത്ത നിസ്സഹായാവസ്ഥയിൽ മേ ബി നിങ്ങൾ പോയിട്ടുണ്ടാവാം. അത് അങ്ങനെ ഒരു അതായത് നമ്മളൊന്നും ചെയ്യാതെ പലതും നമ്മൾ അനുഭവിക്കുന്ന പോലെ, അതായത് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയാനുള്ള ഒരു ഗ്യാപ്പ് പോലും കിട്ടുന്നതിന് മുമ്പ് നമ്മളാണ് തെറ്റുകാരെന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രതിസന്ധി നിങ്ങളിൽ വരാം. അങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ബേർഡൻ ആണ്. ഓക്കെ, പക്ഷെ ഇങ്ങനെയുള്ള സംഭവം ഉള്ളപ്പോൾ നിങ്ങളുടെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കൗമാസ് പെട്ടെന്ന് ചെയ്തു തീർക്കുന്ന ആൾക്കാരാണ്. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, അതായത് അത് ഭയങ്കര വലുതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ കർമാസിനെയൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തൂത്തെറിയാൻ സാധിക്കും. അതാണ് സത്യം. അതുപോലെ തന്നെ മറ്റു വ്യക്തികൾക്ക് ഒത്തിരി ഹോപ്പ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ജനിച്ചപ്പോൾ തന്നെ മറ്റേ ഗോൾഡൻ സ്പൂൺ കൊണ്ട് നടന്നവരാണെന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെയോ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിദ്ധി അത് നിങ്ങളുടെ കയ്യിൽ കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കാം. ആൻഡ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഫീൽഡിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ മറ്റു വ്യക്തികളെല്ലാം വളരെയധികം കൗതുകത്തോടു കൂടിയായിരിക്കാം നിങ്ങൾ നോക്കുന്നത്. ബിക്കോസ് എങ്ങനെ സാധിക്കുന്നു, എങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈവൻ ഇത്രയും ടവർ മൊമെന്റ് സിറ്റുവേഷനിൽ ഇത്രയും നിങ്ങൾ പൊളിഞ്ഞ് താഴെ പോയിട്ടും നിങ്ങൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു, നിങ്ങൾ ഇത്രത്തോളം സ്ട്രോങ് ആണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് വന്നിട്ടുണ്ടാവാം. എൻ്റെ അഭിപ്രായത്തിൽ സം കൈൻഡ് ഓഫ് അബോഷൻ അങ്ങനെയുള്ള രീതിയിലുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സഡൻലി നഷ്ടപ്പെടുക, ആ ഒരു വ്യക്തി നിങ്ങളുടെ വലിയ സപ്പോർട്ടായിരുന്നു, അങ്ങനെയൊക്കെ പെട്ടെന്നുള്ള നമ്മുടെ ട്രോമാസ് ഇല്ല, അതും വലിയ ട്രോമാസ്, ഇല്ലെങ്കിൽ പെട്ടെന്നൊരു ആക്സിഡന്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആരോഗ്യമായിട്ടിരുന്നിട്ട് പെട്ടെന്ന് നമ്മുടെ ആരോഗ്യം നശിച്ചു പോകുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഇന്നലെ വരെ നടന്നിരുന്ന ഒരാൾക്ക് ഇന്ന് നടക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനത്തെ ഒരവസ്ഥ, അല്ലെങ്കിൽ ഇന്നലെ വരെ ചാടിത്തുള്ളി നടന്നിരുന്ന ഒരാൾക്ക് ഇന്ന് പെട്ടെന്നൊരു മാനസിക രോഗിയായ ഒരവസ്ഥ, അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ മേ ബി നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അതിലൊക്കെ അതായത് നിങ്ങളുടെ കഥ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റോറി ഒരാളോട് പറയുമ്പോൾ അവർ ആശ്ചര്യപ്പെടും, ഇതൊക്കെ കഴിഞ്ഞിട്ടാണോ വന്നത്, ഞാനായിരുന്നെങ്കിൽ അപ്പം തന്നെ വല്ലതും ചെയ്ത് തീർന്നേനെ എന്ന രീതിയിൽ സംസാരിക്കുന്ന, അത്രത്തോളം ഒരു ഇൻസ്പയറിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ജേർണി നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലും നിങ്ങൾ ഒത്തിരി കൈൻഡ് ഓഫ് ഈ ഒരു എനർജി ഷിഫ്റ്റ് അനുഭവിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ലൈഫിൽ നിങ്ങൾ എനർജി ഷിഫ്റ്റ്സ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തികച്ചും ഒരു ഓൾഡ് സോൾ അല്ല, നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ഒത്തിരി ട്രാൻസ്ഫോം ചെയ്ത് കാര്യങ്ങൾ പഠിക്കാനുണ്ട്.
നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ എന്തൊരു കാര്യം ചെയ്താലും അതിലെല്ലാം കണ്ണുദോഷം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവൻ അതുണ്ടല്ലോ, അവൾക്ക് ഇതുണ്ടല്ലോ കഴിവ് എന്ന രീതിയിൽ അമിതമായിട്ടുള്ള നെഗറ്റീവ് ദോഷങ്ങൾ നിങ്ങളുടെ ഇടയിൽ വരാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ പുറമേ കാണിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒത്തിരി എക്സ്പോസ്ഡ് ആകാതിരിക്കുക. അതുപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു പാടി നടക്കരുത്. കാരണം ഒത്തിരി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾ അതിൽ എത്തിപ്പെട്ടു പോകുമോ എന്നുള്ള എനർജി നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങളുടെ മനസ്സിൽ വെച്ച് പല കാര്യങ്ങളും ചെയ്യുക. പാസ്റ്റ് ലൈഫിലും നിങ്ങൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ഇന്നസെൻ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് വ്യക്തികളെ പലപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ല. നിങ്ങളുടെ ഗോൾസ് നിങ്ങൾ അവരോട് പറയുമ്പോൾ നിങ്ങൾക്ക് അതൊരു സപ്പോർട്ട് സിസ്റ്റം ആയിരിക്കും അവരെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ പലപ്പോഴും എനിക്കിവിടെ മനസ്സിലായിട്ട് നിങ്ങളുടെ ഫാമിലിയിലുള്ള വ്യക്തികൾ തന്നെ പലപ്പോഴും നിങ്ങൾക്ക് എതിരെയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരരുതെന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഇൻറ്റൻഷൻ നിങ്ങളുടെ കയ്യിലുള്ള ഒരു മാജിക്കൽ തിങ് അടിച്ചു മാറ്റുക എന്നതിലുപരി അവർക്ക് യാതൊരു സ്നേഹവും നിങ്ങളുടെ അടുത്തില്ല. അവരുടെ നേട്ടങ്ങൾ മാത്രം കൊയ്യാൻ നിൽക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ മണ്ടന്മാരാണ്, പിന്നെയും പിന്നെയും അവരെ വിശ്വസിക്കും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതി ആയിരിക്കാം പലപ്പോഴും നിങ്ങളുടെ ലൈഫ് അടിക്കടി ഇങ്ങനെ ഉള്ള വലിയ വലിയ മേജർ ഷിഫ്റ്റുകളിലും പ്രതീക്ഷിക്കാത്ത സോറോസിലും കൊണ്ടിടുന്നത്. പാസ്റ്റ് ലൈഫിലും നിങ്ങൾ ഈ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ലൈഫിലും നിങ്ങൾ ജഡ്ജ് ചെയ്യാതെ എടുത്തു ചാടുന്നു. അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് തിരക്കുന്നതിന് മുമ്പ് ആരെങ്കിലും പറയുമ്പോൾ നിങ്ങൾ ബൗണ്ടറീസ് വെക്കാതെ അവർക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരിക്കാം. സത്യം പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടില്ലേ, സ്വന്തം കപ്പ് ആദ്യം നിറയ്ക്കൂ, എന്നിട്ട് മറ്റുള്ളവരുടെ കപ്പ് നിറയ്ക്കാൻ പോകൂ. അല്ലാതെ മറ്റുള്ളവരുടെ കപ്പ് നിറച്ചു കൊണ്ടിരുന്നാൽ സ്വന്തം കപ്പ് നിറയ്ക്കാൻ ആൾക്കാരുണ്ടാവില്ല. ഇവിടെ കപ്പ് എന്ന് ഞാൻ ഉപയോഗിച്ചത് ലൈഫിന്റെ ജോയിനെസ്സിനെയാണ്. കാരണം ചാരിറ്റൽ ഇമോഷണൽ ഫുൾഫിൽമെന്റ് കപ്സ് വഴിയാണ് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ പല റീഡിങ്സും കേൾക്കുമ്പോൾ നമ്മൾ 10 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ഇമോഷൻസ്, നല്ലൊരു റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കപ്പ് നിറയ്ക്കാൻ ആരും വരില്ല, നിങ്ങൾ തന്നെ നിറയ്ക്കുക. നിങ്ങൾ മറ്റുള്ളവരുടെ കപ്പ് നിറയ്ക്കാൻ നിന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സങ്കടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഈ ഒരു തെറ്റാണ് ചെയ്തത്, അത് തന്നെയാണ് ഈ ഒരു ജന്മത്തിലും നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ഗുണമുണ്ട്. കാരണം നിങ്ങൾക്കിപ്പോൾ കർമ്മയുണ്ടെങ്കിൽ പാസ്റ്റ് ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത നിങ്ങളുടെ ആൻസെസ്ട്രൽ ബർഡൻ നിങ്ങൾ ചുമക്കുന്നുണ്ടെങ്കിലും ഈ ഒരു വലിയ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഒരു ബഞ്ച് ഓഫ് കർമ്മയാണ് റിലീസ് ആവുന്നത്. നിങ്ങൾ സോ മച്ച് അവേക്കൻഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾ നിങ്ങളുടെ സോളിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ഇന്നർ സോൾ എന്താണെന്നും എന്താണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നതെന്നും. പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന ഐ തിങ്ക് പല പല സിദ്ധികളും നിങ്ങൾ ക്യാരി ചെയ്താണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങളുടെ കഴിവുകളെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ലോൺലി ആയിട്ടുള്ളൊരു സമയം സ്പെൻഡ് ചെയ്യുക, ഒറ്റയ്ക്ക് യാത്ര പോവുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അതുപോലെ യോഗ ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ സ്ട്രെച്ച്നെസ്, നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനൊക്കെ സാധിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവസ്ഥകൾ, നമ്മളിപ്പോൾ ലേസിനെസ് കാരണം കെട്ടിയിട്ടിരിക്കുന്ന ഓരോ കെട്ടുകൾ റിലീസ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ, ചുമ്മാ ഒരു സോഫയിൽ കിടന്നിട്ട് ഫോൺ കുത്തുന്നതാണ് സന്തോഷം എന്ന്. അല്ല, ഒരിക്കലും നമ്മുടെ ശരീരത്തിന് ചുമ്മാ ഒരു സോഫയിൽ കിടന്നിട്ട് ഫോൺ കുത്തുന്നതല്ല സന്തോഷം, ആക്റ്റീവ് ആയിരിക്കുന്നതാണ് സന്തോഷം. ഇറ്റ്സ് മെയ്ഡ് ഫോർ ദാറ്റ്. ഫ്ലെക്സിബിൾ, സ്ട്രെച്ചിങ്, തിങ്കിങ്. നമ്മുടെ തല എന്ന് പറയുന്നത് എപ്പോഴും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർമ്മശക്തികൾ, അതായത് ഓർമ്മ ഇങ്ങനെ കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഈ ഒരു മസ്തിഷ്കം, അല്ലെങ്കിൽ അഥവാ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, അല്ലേ? പക്ഷെ ഇന്ന് എത്ര ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഓടി ക്ലൈംബ് ചെയ്യാനും മരത്തിൽ വലിഞ്ഞ് കയറാനും ഒക്കെ കൈൻഡ് ഓഫ് കുരങ്ങന്മാരെന്താണോ ചെയ്യുന്നത് അതൊക്കെ ചെയ്യാൻ തന്നെയാണ് നമ്മുടെ ബോഡി നമുക്ക് ദൈവം തന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്, വണ്ടിയിലേ പോവുള്ളൂ, ബസ്സിൽ കയറാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെ 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 എല്ലാവരും അങ്ങനെ തന്നെയാണ്. മെറ്റീരിയലിസ്റ്റിക് ലൈഫിനോട് നമ്മൾ ഒത്തിരി, എന്നാലും നമ്മുടെ ബോഡിയെ തിരിച്ചറിയാനോ നമ്മുടെ മൈൻഡ് എന്താണ് നമ്മളത് പറയുന്നതെന്ന് കേൾക്കാൻ പലപ്പോഴും നിങ്ങൾ തയ്യാറാകുന്നില്ല. തയ്യാറായെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവും നിങ്ങളുടെ ലൈഫ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളെന്ന് പറയുന്നത് വളരെയധികം ഡിഫറെൻ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റു വ്യക്തികളിൽ നിന്ന്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഡിഫറെൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്.
ആൻഡ് മച്ച് മോർ കാര്യങ്ങൾ. അതായത് ഇപ്പം നിങ്ങളൊരു ഫംഗ്ഷന് പോയാലും നിങ്ങൾ വേറിട്ട് നിൽക്കും. നിങ്ങൾ എടുക്കുന്ന സെലക്ഷൻ ഡ്രസ്സസ്, നിങ്ങൾ കാണുന്ന ഡ്രീംസ് ഇതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളെന്ന് പറയുന്നത് വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണെന്ന് കാണുന്നുണ്ട്. പാസ്റ്റ് ലൈഫിലുണ്ടായിരുന്ന ഒത്തിരി സ്ട്രെസ്സ് നിങ്ങളുടെ ഈ ഒരു ലൈഫിലേക്ക് കയറി വന്നിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഫ്ലോ അനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. എവിടെയും സ്റ്റക്ക് ആകരുത്, ആർക്ക് വേണ്ടിയും സ്റ്റക്ക് ആവരുത്. അതായത് ആർക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുക, നിങ്ങളുടേതായിട്ടുള്ള കപ്പുകൾ നിറയ്ക്കുക. കാരണം നിങ്ങൾക്ക് ചുറ്റുമുള്ളവരൊന്നും നിങ്ങൾക്ക് ഗുണം ചെയ്യാൻ വരുന്ന ആൾക്കാരല്ല. അവരുടേതായിട്ടുള്ള നേട്ടം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അവരുടെ കപ്പ് നിറയെ ഇമോഷൻസ് നിറച്ചു കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നവരാണ് എന്നതാണ്. അതായത് നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ എനർജി വലിച്ചെടുക്കുന്ന ആൾക്കാരാണുള്ളത്, നിങ്ങൾക്ക് എനർജി തരുന്ന ആൾക്കാരല്ലുള്ളത്. അപ്പോൾ പാസ്റ്റ് ലൈഫിലും ഈ ലൈഫിലും ഒക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജി നിങ്ങൾ തന്നെ എപ്പോഴും ബാലൻസ്ഡ് ആക്കി വെക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. സോ ജീവിതം നിങ്ങൾ ഏത് വഴിയിലേക്കാണോ കൊണ്ടുപോകുന്നത് അതിലേക്ക് ആ ഒരു ഫ്ലോയിൽ എനർജി ബാലൻസ്ഡ് ആയിട്ട് പോവാൻ നിങ്ങളുടെ ഇന്നർ വോയിസിനെ കേൾക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഹാർമണി കിട്ടുക. അല്ലാതെ നിങ്ങൾ തെറ്റായിട്ടുള്ള ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ്സ് മാത്രമേ കിട്ടൂ. മറ്റുള്ളവരുടെ കപ്പ് നിറയ്ക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാനും മറ്റുള്ളവരുടെ മുന്നിൽ നല്ലതാകാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്നും സ്ട്രെസ്സ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധിക്കും നിങ്ങൾക്ക് നേരത്തെ ആൻസർ യൂണിവേഴ്സ് കണ്ടുപിടിച്ച് തന്നു കഴിഞ്ഞു എന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് തരുന്നുണ്ടെന്നാണ് ഇതിനകത്ത് കാണുന്നത്. ചിലപ്പോൾ എന്നെ കാണുന്ന നിങ്ങളിൽ പല ആൾക്കാരും ടാരറ്റ് റീഡേഴ്സ് ആകാനുള്ള സാധ്യതയുണ്ട് ഭാവിയിൽ എന്ന് കാണിക്കുന്നുണ്ട്. ബിക്കോസ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഗൈഡൻസ്, ഇൻറ്റ്യൂഷൻസ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഓൾറെഡി ഉണ്ട്. ഇല്ലെങ്കിൽ സ്പെസിഫിക് ടൂള് വെച്ച് നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളെന്ന് പറയുന്നത് വളരെയധികം ബോൺ ആയിട്ടുള്ള ലീഡർ ആയിരിക്കും. കുറേ ബഞ്ച് ഓഫ് ആൾക്കാരെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കും. അല്ലെങ്കിൽ ടു ബി ഫ്രാങ്ക് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെയും അണ്ടറിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളുടെ അണ്ടറിൽ കുറച്ച് ആൾക്കാരെ വർക്ക് ചെയ്യിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കൂ. നിങ്ങൾ ജന്മന ഒരു ഓൺട്രപ്രണർ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരാളുടെ താഴെ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഈഗോയെ ഹേർട്ട് ചെയ്യും. അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ പലപ്പോഴും ഹേർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഒരു ജോബിൽ നിങ്ങൾക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് മേ ബി നിൽക്കാൻ സാധിക്കുന്നില്ലായിരിക്കാം. ഇതും നിങ്ങളുടെ റീബർത്ത് ആണെന്നാണ് ഷോ ചെയ്യുന്നത്. ബിക്കോസ് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലും നിങ്ങൾ ഒരാളുടെ അണ്ടറിൽ നിൽക്കത്തില്ല. അത് നിങ്ങൾക്ക് സ്ട്രെസ്സാണ്. ഒരാൾ നിങ്ങൾക്ക് ബൗണ്ടറി ക്രിയേറ്റ് ചെയ്താൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കാണിക്കുന്നത്. സോ ഈ ലൈഫിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ ജോലിയിൽ മടുപ്പ്, എനിക്ക് പറ്റില്ല ഈ ഒരു റെസ്ട്രിക്ഷൻ, ഈ ഒരു ബൗണ്ടറീസിൽ നിൽക്കാനെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എനർജിയുമായിട്ട് റെസൊണേറ്റ് ചെയ്യുന്ന ഒന്നാണ്. പക്ഷെ നിങ്ങൾ ഇത്രത്തോളം കപ്സ് ഫില്ല് ചെയ്യുന്ന മറ്റൊരാൾക്ക് ജീവിക്കുന്ന ഒരാളും കൂടി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ജീവിക്കുമെന്നല്ല, പക്ഷെ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും നിങ്ങളുടെ അടുത്ത് വളരെയധികം ഡിയറസ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി എഫേർട്ട് എടുക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് തിരിച്ചൊന്നും കിട്ടില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ ഒരു ഫാമിലി ഹ്യൂമൻ ബീങ് ആണ്. അതായത് നമ്മുടെ അടുത്ത് ചേർന്നിരിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരോട് മാത്രം ഭയങ്കര ഹാപ്പിലി കണക്റ്റ് ആവുന്ന, ബാക്കി എല്ലാ ആൾക്കാരുടെ അടുത്ത് നിന്നും ഐസൊലേറ്റഡ് ആകുന്ന രീതിയിലുള്ള, ബാക്കിയുള്ള ആൾക്കാരുടെ നിന്നൊക്കെ മാറി നിൽക്കുന്ന, അതായത് എനിക്ക് എൻ്റെ കുടുംബം, എൻ്റെ ഫാമിലി, എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടികൾ, എൻ്റെ മക്കൾ, അല്ലെങ്കിൽ എൻ്റെ സ്നേഹിതൻ, അല്ലെങ്കിൽ എൻ്റെ സ്നേഹിത എന്ന രീതിയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ ലോകത്തിൽ ജീവിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന എനർജി കാണുന്നുണ്ട്. ആൻഡ് ഫർദർ മോർ നമുക്ക് ക്ലാരിറ്റി എടുത്ത് നോക്കാം എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന്. എന്താണെങ്കിലും ഒരു വൈബ്രൻ്റ് എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് നിങ്ങൾ പലപ്പോഴും നഷ്ടം അനുഭവിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു വീട്ടമ്മയായിരിക്കാം, അല്ലെങ്കിൽ മേ ബി മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നതായിരിക്കാം. എല്ലാവരുടെ ജീവിതം ഓർഡർ ആൻഡ് അറേഞ്ച് ആക്കി കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിലായിരിക്കും നിങ്ങൾ എത്തി നിൽക്കുന്നുണ്ടാവുക. നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള പാഷൻ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരെക്കാൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും നല്ലൊരു സ്ഥാനത്തിരിക്കാനും ശേഷിയുള്ളവരായിരിക്കും നിങ്ങൾ. പക്ഷെ മറ്റുള്ളവർ നിങ്ങളുടെ തോളത്ത് ചവിട്ടി കയറിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടി പൊങ്ങി നിന്നോട്ടെ എന്നൊരു രീതിയിലുള്ളൊരു മനസ്സ് നിങ്ങൾക്കുള്ളത് കൊണ്ട് പലപ്പോഴും നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് വിട്ടുപോയിട്ടുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസരമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മാറിക്കൊടുക്കുന്ന വ്യക്തികളാണ്. ഈവൻ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ ഒരാളെ സ്നേഹിച്ചിട്ട് ആ ഒരു വ്യക്തി വേറെ ആളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ശരി നീ പോയിക്കോ, നിൻ്റേതായിട്ടുള്ള ലൈഫ് ജീവിച്ചോ എന്നൊരു രീതിയിൽ
അതായത് ഹൃദയം പൊട്ടി പോകുന്ന വേദനയാണെങ്കിലും വിട്ടുകൊടുക്കുന്ന കൈൻഡ് ഓഫ് എനർജി നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ പാസ്റ്റ് ലൈഫിലും നിങ്ങൾ ഇങ്ങനെയുള്ള എനർജീസിലാണ് നിന്നിരുന്നത്. നിങ്ങൾ വളരെ കാമായിട്ടുള്ള വ്യക്തികളാണ്. എത്ര അടി കിട്ടിയാലും ഞാൻ പിന്നെയും ഉയർന്നു വരും, എഴുന്നേറ്റ് വരും, അല്ലെങ്കിൽ എഴുന്നേറ്റ് വരാൻ എന്നെക്കൊണ്ട് സാധിക്കും എന്നൊരു രീതിയിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ്. പാസ്റ്റ് ലൈഫുമായിട്ട് ഒത്തിരി റിലേറ്റഡ് ആണ്. നിങ്ങളുടെ ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ മീറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി വ്യക്തികളെ കാണാനുള്ള സാധ്യതയുണ്ട്. അവരുമായിട്ട് പിന്നെയും റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്തെന്നറിയോ, പാസ്റ്റ് ലൈഫിലും നിങ്ങൾ തമ്മിലുള്ള എനർജി വൈബ്രേഷൻസ് വളരെ നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ സോൾ നിങ്ങൾ എവിടെ ഉണ്ടെങ്കിലും നിങ്ങളെ തേടി വരും. ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന ഒത്തിരി വ്യക്തികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവരെയൊക്കെ നിങ്ങൾ ഒത്തിരി പോസിറ്റീവ്ലി അനുഗമിച്ചു നമ്മുടെ പാസ്റ്റ് ലൈഫിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് സപ്പോർട്ട് സിസ്റ്റമായിട്ട് കുറച്ച് നാളെങ്കിലും അല്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് ലഭിക്കുകയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്നു പോയെങ്കിലും ഒരു പോസിറ്റീവ് എനർജി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ചെയ്തിട്ടുള്ള നല്ല പോസിറ്റീവ് കർമ്മയാണ് എന്നാണ് ഇതിനകത്ത് കാണുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളുടെ പൂർവിക ബാർഡൻസ് കണ്ടോ, അതൊത്തിരി നിങ്ങളുടെ തലയിലുള്ളത് കൊണ്ട് തന്നെ ഒരു ഇംപ്രോപ്പർ ആയിട്ടുള്ള ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യും നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ നെഗറ്റിവിറ്റിയിലും നിങ്ങൾ പോസിറ്റിവിറ്റി കാണാനാണ് ശ്രമിക്കേണ്ടത്. കാരണം ഒരിടത്ത് ബാലൻസ് ഇല്ലെങ്കിൽ വേറൊരിടത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബാലൻസ് ഉണ്ടാവും. ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഉണ്ടാവും. നിങ്ങളുടെ ഫാമിലി ഇല്ലെങ്കിൽ നിങ്ങളെ താങ്ങാൻ നിങ്ങൾക്ക് ലവർ ഉണ്ടാവും. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ലവറും ഇല്ലെങ്കിൽ നിങ്ങളെ താങ്ങാൻ നിങ്ങളുടെ മക്കളുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ ഒത്തിരി ആൾക്കാരുടെ ഇമോഷണൽ കപ്സ് നിറച്ചത് കൊണ്ട്, അവരെ ഹാപ്പി ആക്കിയത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവും. ആൻഡ് നിങ്ങൾ സെക്കൻഡ് പൈലാണ് എടുത്തിട്ടുള്ളതെങ്കിൽ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. നിങ്ങൾ സഫർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ എത്രത്തോളം സഫർ ചെയ്യുന്നു അത് നിങ്ങളുടെ കർമ്മയായിട്ടല്ല വരും. നിങ്ങളുടെ കർമ്മ വാനിഷ് ആവുകയാണ്. ആൻഡ് വൺസ് നിങ്ങളുടെ കർമാസ് തീർന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളൊരു പോസിറ്റീവ് ലൈഫ് സ്റ്റൈലിലേക്ക് കിടക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടാകും. അപ്പോൾ നമ്മൾ പറയില്ല ഈ ഒരു ലൈഫ് ടൈമിൽ മോക്ഷം കിട്ടുമെന്ന്. ആ ഒരു കൈൻഡ് ഓഫ് എനർജി നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് എത്ര ആൾക്കാരുമായിട്ട് റെസൊണേറ്റ് ആകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ നിങ്ങൾ ഈ ഒരു ലൈഫിൽ ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് നെക്സ്റ്റ് ലൈഫിൽ ഒരു കർമ്മ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരില്ല. ഈ ഒരു ലൈഫ് കൊണ്ട് തന്നെ നിങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തീർത്തതിന് ശേഷമായിരിക്കും നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നുണ്ടാവുക. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊന്നൊരു വ്യക്തി ഇത്രത്തോളം പോസിറ്റീവാണ്, ഇത്രത്തോളം ഗിവിങ് നേച്ചർ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ തലമുറകൾക്ക് നിങ്ങൾ യാതൊരു ബേർഡനും ഷെയർ ചെയ്യില്ല. ഈവൻ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ബേർഡൻ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആ ഒരു കാര്യം, ആ ഒരു കാമിക് ബാഗേജ് പോലും തീർത്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഫ്യൂച്ചർ ബ്ലെസ്സിങ്സിനെ നിങ്ങൾ സേഫ് ആക്കിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ബിക്കോസ് അത്രത്തോളം പോസിറ്റീവ് വൈബ്രൻ്റ് എനർജി നിങ്ങളുടെ ഇടയിലുണ്ട്. നിങ്ങൾ അത്രത്തോളം പോസിറ്റീവാണ്. ആൻഡ് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവം കാണുന്നുണ്ട്, യൂണിവേഴ്സ് കാണുന്നുണ്ട്. അതിനുള്ള നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പോസിറ്റിവിറ്റിക്കും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രതിഫലം ലഭിച്ചിട്ട് തന്നെ നിങ്ങൾ പോവുള്ളൂ. നിങ്ങളുടെ പല ഡിസയേഴ്സും ഈ ഒരു ജന്മത്തിൽ തന്നെ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും. അതിനുള്ള വിളികൾ നിങ്ങളുടെ അടുത്തേക്ക് ഉണ്ടാവും. ആ ഓരോ കാര്യങ്ങളായിട്ട് സഫലവുമാകും നിങ്ങൾക്ക്. ബിക്കോസ് നിങ്ങൾ തുടങ്ങിയത് ടവർ മൊമെന്റിൽ നിന്നാണ്, ഡിസാസ്റ്ററുകളിൽ നിന്നാണ്, വിട്ടുവീഴ്ചകളും പരാജയങ്ങളിൽ നിന്നുമാണ്, സാക്രിഫൈസിൽ നിന്നാണ്, കോംപ്രമൈസിൽ നിന്നാണ്. പക്ഷെ നിങ്ങളുടെ ലവ് ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എവറിത്തിങ് അത് ഇത്രത്തോളം സ്റ്റേബിൾ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞു വന്നപ്പോഴേ ഒത്തിരി കപ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അല്ലേ. ഈ ഒരു കപ്പ് എനർജിയിലാണ് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഒഴിച്ചു കൊടുത്ത ആ ഒരു കപ്പ് ഇനി നിങ്ങളുടെ സ്വന്തം കപ്പിലേക്ക് ഒഴിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ബിക്കോസ് ഇറ്റ്സ് ടൈം ടു ബി സ്റ്റേബിൾ, ഇമോഷണലി ഫിനാൻഷ്യലി ഒക്കെ സ്റ്റേബിൾ ആവേണ്ട സമയമായി. മറ്റുള്ളവർ എനിക്കിങ്ങനൊരു ജീവിതം കിട്ടിയില്ലല്ലോ എന്ന് അസൂയപ്പെടുന്ന രീതിയിലുള്ളൊരു ലൈഫ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. എന്നെ കാണുന്ന ഈ ഒരു പല ആൾക്കാർക്കും ആ ഒരു ലൈഫ് കിട്ടിയിട്ടില്ല എങ്കിൽ ഫ്യൂച്ചർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ബിക്കോസ് അത്രത്തോളം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കേണ്ട സമയമായി, നിങ്ങളുടേതായിട്ടുള്ള സമയമായി, പോസിറ്റീവായിട്ടുള്ള സമയമായി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആൻഡ് കൈൻഡ് ഓഫ് ഒരു പ്രൊട്ടക്ഷൻ എനർജി യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് തരാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ അറിയാതെ തന്നെ ഹീലർ ആയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് സുഖം പകരാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇമോഷണലി സ്ട്രോങ് ആക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട്, ശേഷിയുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടേതായിട്ടുള്ള ഡിസയേഴ്സ്
കർമാസ് യൂണിവേഴ്സ് ഫിൽഫിൽ ചെയ്ത് തരാൻ താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ കർമാസ് ഈ ഒരു ജന്മത്തിൽ തന്നെ ക്ലിയർ ആവും. ആൻഡ് ബഞ്ച് ഓഫ് കർമാസ് ഓൾറെഡി ക്ലിയർ ആയിട്ടുണ്ട് എന്ന മെസ്സേജാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ വളരെ പോസിറ്റീവാണ്. ഹോപ്പോടുകൂടി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് അബണ്ടൻസ് ഉണ്ടാവട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ്. ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് എടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് കാണാൻ. ബൈ ബൈ.